എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ HDP ഗ്രോ ബാഗിൽ തക്കാളി നടേണ്ടതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ബാഗിൽ നമുക്ക് 5 തക്കാളി തൈ വരെ നടാം. അപ്പൊ HDP ഗ്രോ ബാഗിന്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്ക് കണ്ട. ഇതിപ്പോ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്ത ബാഗാണ്. നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കണ്ട ഇപ്പോഴും ബാഗിനൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല. അപ്പൊ നമുക്ക് പല വിളകൾ നമുക്കിനി കൃഷി ചെയ്യാം. മഞ്ഞളൊക്കെ ചെയ്യാം, ചീര ചെയ്യാം, പിന്നെ പച്ചക്കറി നമുക്ക് അധികം തൈകൾ നടാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമുക്കിതിൽ എങ്ങനെയാണ് നടണേന്ന് നോക്കാം. അപ്പൊ നമുക്കിതില് തക്കാളിയാണ് ഇപ്പൊ നമ്മൾ നടാൻ പോണത്. അപ്പൊ തക്കാളി നടുമ്പോ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നമ്മ തക്കാളിയൊക്കെ നടാനായിട്ട്. അപ്പൊ നമുക്കിതിലേക്ക് ഇപ്പൊ മണ്ണും കുമ്മായൊക്കെ ഇട്ടാണ്. അപ്പൊ ആ മണ്ണ് ഇടാം നമുക്ക് ആദ്യം തന്നെ. ഇങ്ങനത്തെ ഒരു ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് കൊറേ തക്കാളി നടാം, ഒരുമിച്ച് നമുക്ക് നടാം. അപ്പൊ 2-3 ബാഗിൽ നമുക്ക് നടുകയാണെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് തക്കാളി കിട്ടും. നമുക്ക് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചാണകപ്പൊടി ഇടണം കേട്ടോ. ചാണകപ്പൊടി നമ്മൾ ഇതിൽ ഇട്ടിട്ടില്ല. നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാം. എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ബയോ പൊട്ടാഷ് ഇട്ട് കൊടുക്കാം. ബയോ പൊട്ടാഷാണ് ഇത്. നമുക്ക് വളക്കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ചെടികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകാനും പിന്നെ കായ പിടിക്കാനൊക്കെ നല്ലതാണ് ഈ ബയോ പൊട്ടാഷ്. നമുക്ക് ബയോ പൊട്ടാഷ് പല കളറിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത്രയും മണ്ണ് ഇപ്പൊ നമ്മ നിറച്ചാ മതി. പിന്നെ നമുക്ക് ഈ ചെടി വളരുടെ അനുസരിച്ച് കുറച്ച് മണ്ണ് വളമൊക്കെ ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ പിന്നെ നമ്മളിപ്പോ ഫുള്ളായിട്ട് മണ്ണ് നിറക്കാൻ പാടില്ല. എന്നാലാണ് ചെടി നല്ല ഗ്രോത്തിൽ വളരുള്ളൂ. ചെടി മറിഞ്ഞ് വീഴൊന്നുമില്ല. നമുക്ക് ഈ 5 തൈ നടണേന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരുമിച്ച് വെച്ച് കെട്ടാം. ചെടി ചാനൊന്നും പോകൂല. ഈ 5 തൈയും കൂടെ നമുക്ക് ഒറ്റ കമ്പിൽ പിടിച്ച് കെട്ടാം. നമുക്ക് ഇഷ്ടംപോലെ തക്കാളി കിട്ടും. തക്കാളി മാത്രമല്ല, പച്ചമുളക്, വഴുതന, വെണ്ടയൊക്കെ നമുക്ക് ഇതേപോലെ നട്ടുകൊടുക്കാം. ഇനി നമുക്ക് തക്കാളി തൈ നട്ടുകൊടുക്കാം. അപ്പൊ നമ്മ കണ്ട തക്കാളി തൈ നമുക്ക് ഇതേപോലെ പാകി മുളപ്പിച്ച് നിർത്തുകയാണെങ്കിൽ നമുക്കിപ്പോ 1 മാസം പ്രായമായ തൈക്കളാണ്. നമുക്ക് എളുപ്പത്തിൽ നടാൻ വേരൊന്നും പൊട്ടിപ്പോകൂല. അപ്പൊ നമുക്ക് ഇതേപോലെ ട്രേയിലൊക്കെ ചകിരിച്ചോറ്, കമ്പോസ്റ്റും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ പാകി മുളപ്പിക്കുക തക്കാളിയുടെ തൈകള്. അപ്പൊ നമുക്കിനി നട്ടുകൊടുക്കാം. അപ്പം കണ്ട ഇപ്പൊ തക്കാളി തൈയൊക്കെ നമ്മ നടണത് എപ്പോഴും ഇല്ലേ ഒന്ന് ചരിച്ച് നടണം നല്ലതാണ് കേട്ടാ. ഇതേപോലെ നടയണമെങ്കിൽ നല്ല ഗ്രോത്ത് ആയിരിക്കുള്ളൂ തൈകൾക്ക്. കണ്ട് ഇതേപോലെയാണ് നമ്മ തൈകൾ നടേണ്ടത്. അപ്പൊ ഇതേപോലെ നട്ടുകഴിഞ്ഞാല് തക്കാളി എളുപ്പത്തിൽ തന്നെ വളരുകയും ചെയ്യും. വേരൊക്കെ നന്നായിട്ട് ഇപ്പൊ ഈ നമ്മ നടണ ഈ തണ്ടിലൊക്കെ വേര് പിടിച്ചിട്ട് തക്കാളി നല്ല ഗ്രോത്തോടുകൂടെ വളരും. എപ്പോഴും നിങ്ങൾ നടുമ്പോ ഒന്ന് ചരിച്ച് നട്ട് കൊടുത്തു നോക്കുക. എല്ലാവരും നടണത് ഇതേപോലെ നടലായിരിക്കുള്ളൂ. പക്ഷെ ഇതേപോലെ അല്ല, നമ്മ ഇതേപോലെ നട്ടുകൊടുക്കട്ടോ. നട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിന്റെ റിസൾട്ട്. ഇതേപോലെയാണ് നമ്മ നട്ടുകൊടുക്കേണ്ടത്. നമുക്ക് മുളകായാലും തക്കാളി ആയാലും വഴുതനൊക്കെ ഇതേപോലെ നട്ടുകൊടുക്കാം. നമുക്കിപ്പോ ഇതിലൊരു 6 തൈ നടാം. കണ്ട ഇതേപോലെ 6 തൈ നമുക്ക് ഒരുമിച്ച് നട്ടുകൊടുക്കാം. ഇപ്പൊ നട്ടുകൊടുക്കും. നമുക്ക് അധികം സ്ഥലവും വേണ്ട. നമുക്ക് എന്നിട്ട് ഒന്ന് പൊതിയിട്ട് കൊടുക്കും. ഇപ്പൊ
ഈ ചൂടൊക്കെയാണല്ല, നമുക്ക് നനച്ചു കൊടുക്കുമ്പോൾ ഈർപ്പൊക്കെ കിട്ടാനും ചെടികൾക്ക് വെയിൽ വെക്കാണ്ടിരിക്കാനൊക്കെ നമുക്ക് പൊതി ഇട്ട് കൊടുക്കാം. തക്കാളി നടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെള്ളക്കെട്ടിലൊന്നും നടരുത്. പിന്നെ നമുക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നടാൻ നോക്കണം. ഇതേപോലെ നമുക്ക് പൊതിയിട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് നനച്ചു കൊടുക്കാം. നമ്മ ഈ ചരിച്ച് നടുമ്പന്ന് പറഞ്ഞാൽ നമുക്ക് നനക്കുമ്പോഴൊക്കെ ചെടി തല്ലി വീഴൊന്നും ചെയ്യൂല. ചെടി നല്ല ഗ്രോത്തോടുകൂടെ വളരും കേട്ടാ. അപ്പൊ നിങ്ങിനി പച്ചക്കറി തൈയൊക്കെ നടുമ്പോ ഒന്ന് ചരിച്ച് നട്ടു കൊടുത്തു നോക്കുക. അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ പറ്റും. കണ്ട, എന്നിട്ട് നമ്മൾ നന്നായി നനച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേനൽക്കാലം ഉള്ള നമ്മ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. പിന്നെ ഒരു നേരം നനച്ചാൽ മതി. നമ്മ രാവിലെ തന്നെ നനക്കല് നമ്മ എപ്പോഴും രാവിലെ തന്നെ നനക്കണം കേട്ടാ. പിന്നെ നമുക്ക് ഇനിയിപ്പോ ഒരു 2 ആഴ്ച കഴിയുമ്പോ നമ്മ ഒരു കമ്പ് വെച്ച് കെട്ടിക്കൊടുക്കണം. ഈ ചെടി തല്ലി വീഴാണ്ടിരിക്കാനൊക്കെ കമ്പ് വെച്ച് കെട്ടിക്കൊടുക്കുക. പിന്നെ നമുക്ക് 2 ആഴ്ച കഴിയുമ്പോൾ സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. 2 ആഴ്ചയിൽ ഒരിക്കൽ തടത്തിൽ ഒഴിച്ചും കൊടുക്കുക, സ്പ്രേയും ചെയ്ത് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം സോപ്പ് സൊല്യൂഷനും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് 2 ആഴ്ചയിൽ ഒരിക്കലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തോണ്ടിരുന്നതിനാൽ യാതൊരുവിധ കീടങ്ങളുടെ ശല്യങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങളോ ഒന്നും തക്കാളിത്തേക്ക് ഉണ്ടാവില്ല. നമ്മ രോഗം വന്ന ശേഷം ഒരിക്കലും നമ്മൾ സ്പ്രേ ചെയ്യണത്. അപ്പോഴാണ് തക്കാളിത്തൈ നമുക്ക് ഈ കേടായി പോണത്. നമുക്ക് കായൊന്നും നമുക്ക് ഉദ്ദേശിച്ച രൂപത്തിൽ കിട്ടേയില്ല. നമ്മ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തോണ്ടിരുന്നാല് യാതൊരുവിധ കീടങ്ങളുടെ ശല്യങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങളോ ഒന്നും വരില്ല. അപ്പൊ ഇത്ര മാത്രമൊക്കെ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ വീട്ടിലെ മീൻ കഴുകണ വെള്ളം, കഞ്ഞിവെള്ളം നേർപ്പിച്ചൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇനി വളമിട്ട് കൊടുക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തക്കാളി ഒന്ന് പൊങ്ങി വരുമ്പോ നമുക്ക് കുറച്ച് മണ്ണും ചാണകപ്പൊടിയാ മണ്ണിര കമ്പോസ്റ്റോ ആട്ടുംകാഷ്ടം എന്തെങ്കിലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ സ്ലറി രൂപത്തിൽ നമുക്ക് കടലപ്പിണ്ണാക്കിന്റെ സ്ലറി ഒക്കെ ഇല്ലേ, അതൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഫിഷ് അമിനോ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി സ്ലറി രൂപത്തിലുള്ള വെള്ളങ്ങൾ പിന്നെ ഇടക്കിടക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഒരുപാട് നാള് നമുക്ക് ഈ ബാഗിൽ നിന്ന് നമുക്ക് തക്കാളി പറിച്ചെടുക്കാം. കറക്റ്റ് ഒരു 40 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് വിളവെടുത്ത് തുടങ്ങാം. നമ്മ ഇങ്ങനെ തക്കാളി തൈ നട്ട് കഴിഞ്ഞാല് എല്ലാവരും ഇതേപോലെ ബാഗിലൊക്കെ തക്കാളി തൈയൊക്കെ നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.